വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയുടെ ഒറിജിനൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് വിസ്ത വിഷൻ ആണ്. പക്ഷേ ഐമാക്സ്, PXL, എപ്പിക് അടക്കമുള്ള എല്ലാ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനുകളിലും ഈ സിനിമ ഫുൾ സ്ക്രീനിലായിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ചില ചൊവ്വാഴ്ചകളിൽ PXL സ്ക്രീനിൽ 149 രൂപയുടെ ഓഫർ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ചൊവ്വാഴ്ച ഓഫറുള്ള ദിവസം നോക്കിയാണ് ഞാൻ ഈ സിനിമ കാണാനായി തിരഞ്ഞെടുത്തത്. 149 രൂപ വിത്ത് ടാക്സ് ആയിരുന്നു റേറ്റ്. ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ഭംഗിയായിട്ട് പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമയാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന വിസ്ത വിഷനിലാണ്. വിസ്ത വിഷൻ പണ്ടുണ്ടായിരുന്ന ഒരു ഫോർമാറ്റ് ആയിരുന്നു. പിന്നെ കുറേ കാലം അതിൽ സിനിമകളൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും വിസ്ത വിഷൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഐമാക്സിലാണെങ്കിലും PXL ആണെങ്കിലും എപ്പിക്കിലാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ഫ്ലാറ്റ് സ്ക്രീനുകളിലും ഇത് ഫുൾ സ്ക്രീനിലായിരുന്നു ഈ പടം ഉണ്ടായിരുന്നത്. കൊച്ചി PVR PXL സ്ക്രീനിൽ 149 രൂപയുടെ ഓഫർ ഇട്ട ദിവസമായിരുന്നു ഞാനിത് കണ്ടത്. ആക്ച്വലി ഇത് എനിക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കസാഖിസ്ഥാനിൽ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഐമാക്സിൽ എനിക്ക് ഈ സിനിമ കാണാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ആ സിനിമ റഷ്യൻ ഡബ്ബിംഗ് ആണ്. റഷ്യൻ ലാംഗ്വേജിൽ ഡബ് ചെയ്തിരിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഓൾറെഡി കണ്ട പടമായിരുന്നത് ഞാൻ ആ ഒരു വിഷ്വൽസിന് വേണ്ടി ഇതിൻ്റെ ലാസ്റ്റ് ഒരു ചേസ് സീൻ ഉണ്ട് കാറിൽ. അത് ഭയങ്കര രസമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീണ്ടും വരുന്ന കണ്ടേരെ. പക്ഷേ ആ നേരത്തെ ഞാൻ ഈ പടം കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റഷ്യൻ ഭാഷയിൽ കണ്ട് അതിൻ്റെ ഒരു ഇത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് ഒന്നും ഇല്ല ആക്ച്വലി ഐമാക്സിൻ്റെ ഇൻട്രോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാനത് സംഭവം പടം നിർത്തി. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഐഡിയോളജീസിൻ്റെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. പിന്നെ അത് ഫ്രഞ്ച് 75 എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഫാർ ലെഫ്റ്റ് റെവല്യൂഷണറി ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ ഐഡിയോളജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബറേഷൻ, ഇമിഗ്രേഷൻ റൈറ്റ്സ്, പിന്നെ ആൻറ്റി ക്യാപിറ്റലിസം, റാഡിക്കൽ ഡയറക്റ്റ് ആക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് വൈറ്റ് സുപ്രീമസിയിലൊക്കെ വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരാളാണ് ഷോൺ പെൻ. ആക്ച്വലി ഈ സിനിമയുടെ ഹീറോ ഡിക്കാപ്രിയോ ആണ് എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ഈ സിനിമ മുഴുവനായിട്ട് കാണുന്നത് ഈ ഷോൺ പെൻ്റെ ക്യാരക്ടറുണ്ട്, ലോക്ജോ. ഈ ലോക്ജോ എന്ന് പറയുന്ന ക്യാരക്ടറും പിന്നെ പെർഫിഡിയ ലൈഫിൽ വരുമ്പോൾ ലോക്ജോയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നുമല്ല, ഇവർ തമ്മിലുള്ള ഈ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഈ കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ സിനിമ കാണാനായിട്ടുള്ള ആഗ്രഹം. പക്ഷേ ഇത് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാർ ലെഫ്റ്റ്, ഇപ്പോൾ ഈ ലെഫ്റ്റ് ടെററിസം എന്നുള്ളത് ശരിക്കും ആർ ദേ റിയലി ലിബറേറ്റിംഗ് പീപ്പിൾ എന്ന് പറയുന്നൊരു ക്വസ്റ്റൻ, ഈ ഒരു ക്വസ്റ്റൻ ഈ പടം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. കാരണം ഇത് പെർഫിഡിയുടെ ക്യാരക്ടർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ഈ വിപ്ലവം എന്ന് പറയുന്നത് അത് കുറച്ച് അഡിക്റ്റീവ് ആവും. അഡിക്റ്റീവ് ആവുന്നത് ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളല്ല ഇതിലൂടെ ശരിക്കും ജനങ്ങളെ ലിബറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇതിനകത്ത് വലിയ ചോദിച്ചതിനായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിഡിയ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഈ ക്യാരക്ടറിൻ്റെ ഐഡിയോളജി, വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം ഏത് ഘട്ടത്തിലാണ് മൊത്തത്തിലായിട്ട് മാറുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി വൈറ്റ് സുപ്രീമസിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ലോക്ജോ. അപ്പോൾ ലോക്ജോൻ്റെ ആ ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് സുപ്രീമസി എന്ന കാര്യം പറഞ്ഞാൽ പോലും ഈ ഡയറക്റ്റ് ആക്ഷനൊക്കെ ചെയ്യുന്ന പോലുള്ള ഈ ഫാർ ലെഫ്റ്റ് അതിനെ പുള്ളി വിശ്വസിക്കുന്ന മുഴുവൻ ഓർഡറിലാണ്. അതോറിറ്റേറിയൻ ഓർഡർ എബോ ഓൾ എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ, അതിനുവേണ്ടി ഏതറ്റവും വരെ പോകുന്ന, അതായത് ഫ്രഞ്ച് 75 അവരുടെ ഗ്രൂപ്പിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആ ഒരു വൈറ്റ് സുപ്രീമസി, ആ ഒരു സംഭവങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പെർഫിഡിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ജോ പോലുള്ള ഒരു ക്യാരക്ടർ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാരിക്കേച്ചർ ക്യാരക്ടറായിട്ട് നോക്കുക. കാരണം അതൊരു റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഈ സിനിമയിൽ വരുന്ന സിറ്റുവേഷൻസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു റിയാലിറ്റി എന്നുള്ള രീതിയിലല്ല, അതൊരു സിനിമാറ്റിക് ആണ്, ആ രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഈ സിനിമ റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആവട്ടെ, ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് ആവട്ടെ, എല്ലാത്തിനും തലങ്ങും വിലങ്ങും ഇട്ട്, ഇപ്പോൾ ഫെമിനിസം ആവട്ടെ, എല്ലാത്തിനിട്ട് നല്ല രീതിയിലിട്ട് കൊട്ടുന്നുണ്ട്. എന്നാൽ ഈ പൊളിറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത, എന്നാൽ എനിക്ക് നോർമലി എനിക്കൊരു ജസ്റ്റ് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻ്റ് ഉള്ള ഒരു സിനിമ കണ്ടാൽ മതി, അങ്ങനെയുള്ളവർക്ക് അതിനുള്ള വകുപ്പും കൂടി ഈ സിനിമ നൽകുന്നുണ്ട്. കാര്യം അവിടെ വരുമ്പോഴാണ് ബോബ് എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്. ബോബിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആദ്യം പുള്ളിക്കാരനെ ഒരു എക്സ്റ്റസി, പെർഫിഡി ആയിട്ടുള്ള ഒരു എക്സ്റ്റസിയുടെ പുറത്ത് അതിൻ്റെ കൂടെ നടന്ന് വിപ്ലവം കാണിക്കുക. പിന്നെ അതിൻ്റെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പുള്ളിക്ക് അത് ആ സംഭവങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ പുള്ളി പല്ലൊഴിഞ്ഞ സിംഹം പോലെയാണ് ആവുന്നത്. കാരണം വിപ്ലവം എന്ന് വിശ്വസിക്കുന്ന ആൾ, തൻ്റെ ഐഡിയോളജിക്ക് വേണ്ടി, കോർ ഐഡിയോളജിക്ക് വേണ്ടി നിലനിൽക്കേണ്ട ആൾ, പിന്നെ അൾട്ടിമേറ്റ്ലി അയാളുടെ മകൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ പുള്ളി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം സിനിമയിൽ കോമഡി ആയിട്ടാണ് കാണിക്കുന്നത്. അത് ഡിക്കാപ്രിയോ അല്ലാണ്ട് വേറെ ആർക്കും ആ രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ല, അത്ര ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള സംഭവമാണ്. കാരണം നമ്മൾ ഇത് ആദ്യത്തെ തവണ കാണുമ്പോൾ കിട്ടുന്ന സംഭവമായിരിക്കില്ല നമുക്ക് രണ്ടാമത് കാണുമ്പോൾ കിട്ടുന്നതായിരിക്കും നമുക്ക് മൂന്നാമത് കാണുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് PXL സ്ക്രീനിൽ, അതായത് പടം മൊത്തത്തിൽ ഞാൻ കണ്ടപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ ടോപ്പ് നോച്ചാണ്. ഇതിൽ വരുന്ന ഡയലോഗ്സ്, അത് ആ ക്യാരക്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ക്ലൈമാക്സിൻ്റെ ആ ഒരു കാർ ചേസിങ് സീക്വൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത്
കിടിലമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് മുമ്പ് ഒരു നേറ്റീവ് ആയിട്ടുള്ള ഒരാൾ, അയാളുടെ മനസ്സ് മാറുന്ന പോലെ തുടങ്ങിയ ഒരുപാട് സിനിമാറ്റിക് ലിബർട്ടീസ് ഈ പടത്തിലുണ്ട്. പക്ഷേ ഇത് കുറവുകളില്ലാത്ത പടങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളിതൊന്നും ബാധിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ ഐഡിയോളജീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉള്ള ഈ പൊളിറ്റിക്കൽ ബേസ്ഡ് പടങ്ങൾ ആദ്യമൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു 2 കൊല്ലം മുമ്പ് വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കലായിട്ടുള്ള പടങ്ങളൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പൊളിറ്റിക്കൽ സിനിമകൾക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബേസ്ഡ് പടങ്ങളുടെ നമുക്ക് അഡിക്റ്റ് ആവും. എനിക്കങ്ങനെയാണ്, ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഞാൻ പണ്ട് കാണുന്ന പോലത്തെ സിനിമകളൊന്നും അല്ല ഇപ്പോൾ കാണുന്നത്. നമ്മളുടെ എനിക്ക് തോന്നുന്നു നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ പോലും നമ്മൾ പൊളിറ്റിക്സ് നമ്മളെ പൊളിറ്റിക്കലി ആക്കുമോ എന്നൊക്കെ പറയില്ലേ. ഒരു കോട്ടുണ്ട്, ഭംഗിയുള്ളൊരു കോട്ടാണ് അത്, ഞാൻ പറഞ്ഞ അലമ്പാക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലേക്കുള്ളതായിരിക്കും. ആക്ച്വലി ഈ പടത്തിനെക്കുറിച്ച് നല്ലൊരു റൈറ്റപ്പ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സിദ്ദീഖ് കെ ഹസൻ എന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ വീഡിയോ കാണുന്നതിനേക്കാളൊക്കെ എന്തുകൊണ്ടും നല്ലത് ആ റൈറ്റപ്പായിട്ട് വായിക്കുന്നതാണ്. കാരണം എനിക്ക് വീഡിയോനേക്കാൾ നന്നായിട്ട് എനിക്ക് എഴുതാൻ സാധിക്കും. കാരണം ഞാൻ റിവ്യൂ എഴുതി വന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ബ്ലോഗിങ്ങിൻ്റെ കാലഘട്ടം സംഭവങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ചില സിനിമകളാണ് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ ഉള്ള ഒരു ഊർജ്ജം നൽകുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയായിരുന്നു ദ വൺ ബാറ്റിൽ ആഫ്റ്റർ ആണത്. അപ്പോൾ ഞാനൊരു എനിക്ക് കൊള്ളാവുന്ന രീതിയിൽ തോന്നിയുന്ന ഒരു ചെറിയൊരു റൈറ്റപ്പ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ബ്ലോഗിലും കാണും. അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. എനിക്ക് വീഡിയോയിൽ അതത്ര അത് വായിക്കണം, ചിലത് വായിച്ചാലാണ് അതിൻ്റെ ഒരു സംഭവം കിട്ടുള്ളൂ. അപ്പോൾ ആസ് എ സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ത്രില്ലിങ് മൊമെൻറ്റ്സ് ഉള്ള കുറച്ചും ഒരു സർവൈവൽ സംഭവങ്ങളിലോട്ടൊക്കെ മാറും ഈ പടം. അങ്ങനെ നോക്കുമ്പോൾ അതും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്സ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഒരു സർവൈവൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ ഈ പടം കണ്ടിരിക്കാം. അതിനുള്ള സംഭവങ്ങളെല്ലാം ഈ പടത്തിലുണ്ട്. ഒട്ടും ബോറടി ഇല്ലാതെ നല്ല നാരേറ്റീവായിട്ട് പെർഫിഡിയ എന്നുള്ള ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കാണാം. രസമുള്ള ക്യാരക്ടറാണത്. ആ ബോബാണെങ്കിലും ലോക്ജോ ആണെങ്കിലും, ഇപ്പോൾ ലോക്ജോ ഷോൺ പെൻ്റെയൊക്കെ പെർഫോമൻസിൻ്റെ പൊന്നോ. അപ്പോൾ ഒരു മസ്റ്റ് വാച്ച് മോഡേൺ ഡേ ക്ലാസിക് മാസ്റ്റർ പീസ് എന്നൊക്കെ പറയാവുന്ന ഒരു പടമാണ്. ട്രൈ ചെയ്യാം കേട്ടോ.